Yep, that's me. You're probably wondering how I ended up in this situation. And don't even think about buying that jacket in this shape. So I started. 132 പിന്നെ 40 കിലോ അല്ലെങ്കിൽ 30 കിലോ അല്ലെങ്കിൽ 20 കിലോ ഇതുവരെ ഞാൻ 30 to 40 ഇടയിൽ എത്തിക്കാനാണ് പ്ലാൻ. കുറയ്ക്കണം. ഓക്കെ. So coming to the video, the riding jacket. സോ നല്ലൊരു ജാക്കറ്റ് നോക്കണം. ഇറ്റ് ഷുഡ് ഹാവ് ഗുഡ് പ്രൊട്ടക്ഷൻ, നല്ല വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം, ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ആൾസോ സ്റ്റേ ഇൻ മൈ ബഡ്ജറ്റ്. സോ അങ്ങനെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ട്രൈ ചെയ്ത് തുടങ്ങി. ഫ്രം വിയട്ര, സൊലേസിൻ്റെ ഫ്യൂരിയസ് ആണ് നോക്കിയത്. ദെൻ റൈനോസിൻ്റെ പല മോഡൽസ്, ഫ്രം ടൊർണേഡോ, സ്റ്റെൽ സീരീസ്, അഡ്വെൻറ്റോ ആൻഡ് സ്റ്റെൽത്ത് ഇവർ 4, അങ്ങനെ ഫ്രം ടോപ്പ് ആൻഡ് മോഡൽസ് വരെ നോക്കി. ദെൻ സെയിം സീനറിയോ ഞാൻ റൈഡിങ് ബാൻഡ്സിനും നോക്കി. അങ്ങനെ ഇതെല്ലാം നോക്കി എൻ്റെ ബഡ്ജറ്റിൻ്റെയും കൂടെ എല്ലാം ഒരു കൺസ്ട്രെയിൻസ് വെച്ച് ഞാനൊരു ഡിസിഷൻ എടുത്തു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് സേവിങ് മൈ മണി. സോ ആഫ്റ്റർ സം ടൈം ഐ ഗോട്ട് എ നോട്ടിഫിക്കേഷൻ. ബ്രോ സ്റ്റോക്ക് ഉണ്ടോ? സോ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്, ഡിഫറെൻറ്റ് ജാക്കറ്റ്സ്, ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ എടുത്തത്. സോ ഞാൻ എടുത്ത ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ റൈനോസിൻ്റെ സ്റ്റെൽത്ത് എ പ്രോ ജാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 10,950 ആണ്. 10,950. റൈനോസിൻ്റെ സീരീസിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചസിന് ജാക്കറ്റ്സ് അവൈലബിൾ ആണ്. സോ ഫ്രം സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ടൊർണേഡോ, then Air GT starting, then Tornado, then Stealth A Pro, ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന മോഡൽ, then Advento, Stealth Evo 4. സോ Stealth Evo 4 ഫ്ലാഗ്ഷിപ്പ് മോഡൽ, Advento രണ്ടും ടോപ്പ് എൻഡ് മോഡൽസ് ആണ്. Advento Stealth Evo 4 കൈൻഡ് ഓഫ് ഒരു ഓൾ സീസൺ ജാക്കറ്റ്സ് ആണ്. ഒരു കൂടുതൽ ലെതറും പക്ഷേ വെൻറ്റിലേഷനും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഉണ്ട്. സ്റ്റിൽ നമ്മുടെ ഇന്ത്യൻ ടെറൈനിൽ 90% ക്ലൈമാക്സിനും ഒരു കംപ്ലീറ്റ് മെഷ് ജാക്കറ്റ് ആയിരിക്കും ബെറ്റർ ചോയ്സ്. ആൻഡ്
സോ ഞാൻ ആ ഒരു ഫാക്ടർ എടുത്തിട്ടുള്ള ഡിസിഷൻ. ദെൻ ബഡ്ജറ്റ് ഓൾസോ എനിക്കൊരു അറൗണ്ട് ഒരു സ്റ്റെൽത്ത് ഇവോ 4 ഒക്കെ ആണെങ്കിൽ ഒരു 8,000 പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഇതിനായിട്ട്. ഇപ്പം അത് അറൗണ്ട് 18,000 അഡ്വെൻ്റ് അറൗണ്ട് 13,000 to 14,000 റേഞ്ചിലാണ് വരുന്നത്. അങ്ങനെ ചൂസ് ചെയ്ത ഒരു മോഡലാണിത്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് കൈൻഡ് ഓഫ് ഒരു ടൂറിങ് ജാക്കറ്റിലെ ഒരു ബിഗിനർ ജാക്കറ്റ് തന്നെയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫ്രണ്ടിൽ പോക്കറ്റ്സ്, ലെവൽ 2 ആമേഴ്സ്, ദെൻ ഹൈഡ്രേഷൻ ബ്ലാഡറിൻ്റെ പോക്കറ്റ്സ് ഉണ്ട്, മെഷ് ജാക്കറ്റുമാണ്. ഇതിൻ്റെ കൂടെ ആക്ച്വലി നമുക്ക് തെർമൽസും റെയിൻ ലൈനറൊന്നും കിട്ടത്തില്ല. അത് മേ ബി സൊലൈസ് ഫ്യൂരിയസിൻ്റെ മോഡലിൽ അത് നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. ബട്ട് അത് വിച്ച് കോസ്റ്റ് അറൗണ്ട് 14,000 to 15,000. പക്ഷേ അതൊരു കൈൻഡ് ഓഫ് നമ്മൾ സ്റ്റെൽത്ത് ഇവോ 4 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ജാക്കറ്റാണ് സൊലൈസ് ഫ്യൂരിയസ്. സോ ഞാൻ ഇതെടുക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് ബഡ്ജറ്റ്, പിന്നെ ഓൾ സീസൺ ജാക്കറ്റല്ല, സ്റ്റിൽ ഒരു നമുക്ക് ഇന്ത്യൻ ടെറൈനിൽ 90% ടെറൈനിലും ഈ ഒരു മെഷ് ജാക്കറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ ചോയ്സ്. സോ റൈഡിങ് പാൻറ്റ്സ് ഞാൻ എടുത്തത് അഡ്വെൻറ്റോ റൈഡിങ് പാൻറ്റ്സ് ആണ്. 7,950 ആയി. ഞാൻ പറഞ്ഞില്ലേ അഡ്വെൻറ്റോൻ്റെ സീരീസ് ഉണ്ട് റൈനാക്സ്. എനിക്ക് റൈനോക്സിൽ അഡ്വെൻറ്റോ ജാക്കറ്റ്സ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നി കമ്പയറിങ് ടു ദിസ് ആൻഡ് ഈവൻ ദ ഫ്ലാഗ്ഷിപ്പ് മോഡൽ സ്റ്റെൽത്ത് ഇവോ 4. സോ ഇതെനിക്ക് രണ്ടും ഞാൻ പർച്ചേസ് ചെയ്തത് ഹെൽമെറ്റ് വേർഡിൽ നിന്നാണ്. ഞാൻ ഓൺലൈൻ പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതിൻ്റെക്കാട്ടിയും കുറച്ചുകൂടി ഡിസ്കൗണ്ടഡ് പ്രൈസിനാണ് ഹെൽമെറ്റ് വേർഡിൽ നിന്ന് കിട്ടിയത്. റൈഡിങ് പാൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ അടുത്തുകൊണ്ടുവന്നിട്ടാ. ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഊരാൻ പറ്റും. ഊരാൻ പോയിട്ട് ഈ ആർമർ നമുക്ക് ഇങ്ങനെ എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ആർമറിന് ലെങ്തിന് പറ്റിയ രീതിയിൽ നമുക്കിത് റൈഡിങ് ജാക്കറ്റ്സ്. ഇതിപ്പം സ്റ്റെൽത്ത് ഏപ്രോയാണ്. ഇതിപ്പോൾ ഇരിക്കുന്ന പ്ലേസ്മെൻറ്റ് കറക്റ്റാണ് നമുക്ക്? അല്ലല്ലോ, ഒരല്പം കൂടെ മേലോട്ട് വേണം. ഇത് ഇരിക്കുമ്പോൾ മേളിൽ കയറും. ഇത് കുറച്ച് മേലോട്ടാട്ടോ ഇരിക്കണം. അത് കുറച്ചുകൂടെ താഴോട്ട് വേണം. ഓക്കെ. അത് ഇരിക്കുമ്പോൾ ഒരുപാട് മേളിലായി. ഇതാണ് അപ്പോൾ ഫുൾ ലുക്ക്. എങ്ങനെയുണ്ടാ? ലൂസാണ്, പക്ഷേ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കായി. ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പം വേറെ ദിവസം കൂടെ നോക്കേണ്ടി വരും. സോ റൈഡിങ് ജാക്കറ്റ് എടുത്തു, റൈഡിങ് മാൻ എടുത്തു, റൈഡിങ് ബൂട്ട് ഉണ്ട്. റൈഡിങ് ബൂട്ട് ഇപ്പോൾ എൻ്റെ സൈസ് ഇല്ല, സൈസ് 12. ചെറുക്കനെ ചീഫ് ഗസ്റ്റ് ഒന്നുമില്ലേ? ശ്രദ്ധിച്ച് അടുത്തൂടെ കൊണ്ടുപോകാൻ. കുഴപ്പമില്ല. സോ ഫൈനൽ ബിൽഡിങ് ടൈമിലാണ്. അയ്യോ, അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചു. വണ്ടി ഇനി എടുത്തുകൊണ്ടൊന്ന് സാധനം എടുത്ത് വയ്ക്കണം, പോകണം. ഇതൊക്കെ സാധനങ്ങളൊക്കെ അതായിരിക്കുന്നു. സോ ഇറങ്ങി, ഇവിടെ നിന്ന് ഇറങ്ങി ഇനി മറ്റേ ഹെൽമെറ്റ് വേണ്ട കൂടെ ഒന്ന് പോകണം. പോയിട്ട് ഇല്ല, ഇപ്പുറത്ത് ബാക്കിലിട്ട് ഇവിടെ ബില്ല് ചെയ്തോട്ടെ. ഇതല്ല, നമ്മൾ ടോപ്പ് ബോക്സും ഒരു നമ്മളെ Q8-ൻ്റെ ഇൻ്റർകോം. സോ അപ്പോൾ എൻ്റെ ഇൻ്റർകോം കൊടുത്തു. ടോപ്പ് ബോക്സ് ഫ്രീജ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആൻഡ് കുറേ പൈസ പൊട്ടി കൈസ്. സോ ഇതാണ് സാധനം. സൈസ് 45 ആണ്, അതായത് 11. എൻ്റെ ഫുഡ് സൈസ് അറൗണ്ട് 11.5 ആണ്. സോ അതാണ് ഇവിടുത്തെ ഇഷ്യൂ. എടുക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇത് വാട്ടർ പ്രൂഫാണ്, പിന്നെ എൻ്റെ ബഡ്ജറ്റിൽ നിൽക്കുകയും ചെയ്യും. കയറി നടക്കുമ്പം ഇങ്ങനെ ഇരിക്കും. തോന്നും.
ഇത് ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പം ഇത് ബ്രേക്കിനാവാൻ കുറച്ച് ദിവസം എടുക്കും, നടക്കാനും ഇപ്പോൾ പാടാണ്. ഇത് ബ്രേക്കിനാവും. എൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ വിരൽ ഇവിടെ തട്ടുന്നുണ്ട്. വേറെ ഓപ്ഷൻ ഉണ്ടാകുമോ ഇങ്ങനെ നോക്കണം. ചാടിക്കയറി എടുക്കണോ വേണ്ടയോ എന്നൊരു സംശയവും എനിക്കിപ്പോൾ ഉണ്ട്. എന്താ ചെയ്യുക, നോക്കട്ടെ. വന്നത് നല്ല രീതിയിൽ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ പ്രൈസിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇപ്പോൾ കോഡേൻ്റെ ടൂർ മാസ്റ്ററാണ് നോക്കിയത്. അപ്പം എനിക്ക് പറഞ്ഞ 8,800 സംതിങ് ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അത് ചെറിയൊരു ഡിസ്കൗണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയുള്ള മോഡൽസ് സൈസ് 12 നോക്കേണ്ടി വരും. ഇത് സൈസ് 11 ആണ്, പക്ഷേ എൻ്റെ ഒരു കാലിൽ ഒരു ഡിസ്കംഫോർട്ടുണ്ട്. ചിലപ്പോൾ ബ്രേക്കിൻ്റെ ആവാം, ബട്ട് എനിക്കൊരു റിസ്ക് മേ ബി ഒരു കറക്റ്റ് സൈസ് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്നുള്ളൊരു, ഒന്നാമത് ലെഗും കൂടെയാണ്. ഇപ്പം ലെഗ് നമുക്ക് അത്രയും ഒരു ബൈക്കായിട്ട് അത്രയും ഒരു കോർഡിനേഷൻ ചെയ്ത് പോകാനുള്ളൊരു പാട്ടാണ്. അപ്പം നമ്മളിത് ഇട്ട് ബ്രേക്കിൻ ചെയ്യണം. അപ്പം ആ ഒരു ടൈമും നമ്മളതിന് കൊടുക്കണം. മേ ബി ഇത് ബ്രേക്കിൻ ചെയ്ത ഈ ഒരു കോഡേൻ്റെ ടൂർ മാസ്റ്റർ വർക്കൗട്ട് ആവും. നല്ലൊരു ബൂട്ടായിരുന്നു കേട്ടോ. ഈവൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്കി എൻ്റെ ഒരു ലെഗിന് നല്ല കംഫോർട്ട് ഉണ്ടായിരുന്നു. മറ്റേ ലെഗിന് ഒരു ലെഗിൻ്റെ ഒരു ഫിംഗേഴ്സ്, ചെറിയ ഫിംഗറില്ലേ, അത് കോണ്ടാക്റ്റ് വന്നിരിക്കുന്ന പോലെ. അപ്പോൾ അത് ഇങ്ങനെ കോണ്ടാക്റ്റ് വന്ന് ഇരിക്കുന്നു. പക്ഷെ ഭയങ്കര എനിക്ക് പെയിൻഫുള്ളായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് അത് ഒരു 1 hour 2 hour ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡേ വണ്ടി ഓട്ടിക്കുമ്പോഴൊക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് എടുത്തില്ലെന്നല്ല, അത് വേറെ ഓപ്ഷൻസും കൂടെ നോക്കിയിട്ട് അതിൽ തീരുമാനിക്കാം. പിന്നെ നമ്മളെ ലഗേജിൽ ക്ലോ ബാഗ്, വിയർട്ടറിൻ്റെ ക്ലോ ബാഗ് നോക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് 65 ലിറ്ററോ 65 ലിറ്ററാണെന്ന് തോന്നുന്നു അത്. പിന്നെ ടാങ്ക് ബാഗിൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് റിസർച്ച് ചെയ്തിട്ട് എടുക്കും. ഇത് ക്ലോ ബാഗ് ഓൾമോസ്റ്റ് കൺഫേം ആണ്, അത് തന്നെയാണ് എടുക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഓക്കെ, വീണ്ടും വരേണ്ടി വരും. കാരണം ഞാനത് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം എടുത്തുകൊണ്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അതൊക്കെ ഇട്ട് നോക്കി ഓക്കെ ആണോ അല്ലേ എന്നെല്ലാം നോക്കി മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. സോ അതായിരിക്കും നല്ലത്. ചിലവരെ ഇപ്പം ഈവൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലെ സിറ്റുവേഷൻസ് നന്നായിരിക്കത്തില്ല. അവർ വന്ന് സാധനം കിട്ടണമെന്നൊക്കെ മേടിച്ചിട്ടുകൊണ്ട് പോകേണ്ടി വരും. ചിലവർക്ക് അത് വർക്കൗട്ടാവും. ഈവൻ ഇപ്പം എൻ്റെ തന്നെ കണ്ടില്ലേ, സൈസ് ഇഷ്യൂ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഓക്കെ, ദിസ് വൺ ഹാൻലെ റൈഡിങ് ബൂട്ട്സ്. ഞാൻ ആക്ച്വലി നേരത്തെ കോഡേൻ്റെ ടൂർ മാസ്റ്റർ, എനിക്കൊരു ബഡ്ജറ്റ് അറൗണ്ട് 10,000 ഉണ്ടായിരുന്നുള്ളൂ. സോ കോഡേൻ്റെ ടൂർ മാസ്റ്റർ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. സൈസ് 11 ആണ് ട്രൈ ചെയ്ത് നോക്കിയത്. 11 ഈസ് ദ ഹയസ്റ്റ് ഫോർ കോഡ. ആൻഡ് എനിക്ക് ഫിറ്റായി ആക്ച്വലി. ബട്ട് എനിക്കെന്തോ മേ ബി ഒരു നെക്സ്റ്റ് സൈസും കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇത് വന്നു. കാരണം ആക്ച്വലി നമ്മളിനി ഈ വാട്ടർ ക്രോസിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ മേ ബി നമ്മൾ ഓൾറെഡി വിൻ്റർ സോക്സ് ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ തിക്ക് സോക്സ് ഇട്ടിട്ടുണ്ടാവും. മേ ബി അതിൻ്റെ അകത്ത് മേ ബി ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ കുത്തി കയറ്റും. സോ എങ്ങനെയൊക്കെ പോയാലും കുറച്ച് സ്പേസ് ഫ്രീ ആണ്. കാരണം എൻ്റെ ചെറിയ വിരൽ ഫിംഗേഴ്സ് ഇല്ലേ, അതൊക്കെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട് ബൂട്ടിൻ്റെ സൈസായിട്ട്. ലെഗിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീതിയാണ്. സോ ഫോർ ബിഗ് ഗൈസ് സൈസ് 12 വേണ്ടി വരും. സോ ബൂട്ട്സിന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ പറയുക, സൈസ് 12 കിട്ടണ കാര്യം ഭയങ്കര പാടാണ്. മിക്ക മോട്ടോർ സൈക്കിൾ റൈഡിങ് ഗീസ് ഷോപ്സിലും സൈസ് 12 കാണാനേ ചാൻസ് ഉണ്ടാവില്ല. നമ്മളിതിനൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ് സാധനം വരുത്തിക്കാനേ അങ്ങനത്തെയൊക്കെ പറ്റത്തുള്ളൂ. സോ ഇതൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം, നല്ല രീതിയിൽ അൺബോക്സ് ചെയ്യാം. ചിലപ്പം പ്രശ്നമാണെങ്കിൽ വീണ്ടും റിട്ടേൺ അയക്കേണ്ടി വരും. സോ ഹാൻലെ റൈഡിങ് ബൂട്ട്സ്. ഹാൻലെ ആക്ച്വലി ഒരു ലൊക്കേഷനാണ്. നമ്മുടെ പാങ്കോങ് എന്ന് മാപ്പിൽ നോക്കുമ്പോൾ പാങ്കോങ്ങിൻ്റെ ഒരു സൗത്ത് സൈഡായിട്ട് വരും ഹാൻലെ ഒരു എപ്പിക് പ്ലേസാണ്.
സോ ബോക്സ് ഓൾറെഡി ചെറുതായിട്ട് പൊട്ടിയിരിപ്പുണ്ട്. സോ ഹാൻഡിലിൻ്റെ പേര് വന്നിരിക്കുന്നുണ്ടെങ്കിൽ മേ ബി ആ ലൊക്കേഷനിൽ വെച്ച് എടുത്ത പേരായിരിക്കും. സോ അൺബോക്സ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ദ ബൂട്ട്. ഇതാണ് ബൂട്ട്. വാട്ടർ പ്രൂഫാണ്. MRP വരുന്നത് 7,999, 8,000. നമ്മൾ കോഡ ടൂർ മാസ്റ്റർ എനിക്ക് തോന്നുന്നത് ഫ്രം ദ വെബ്സൈറ്റ് ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് 8,500. ഷോറൂംസിലോട്ട് പോകുകയാണെങ്കിൽ മേ ബി ഇറ്റ് വിൽ ബി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ കാണും. സോ ഇതാണ് റൈഡിങ് ബൂട്ട്സ്. സൈസ് 12 ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. യെസ്, സൈസ് 12. എനിക്ക് അതിൻ്റെ കൂടെ ഒരു റൈഡിങ് ബൂട്ട്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോമും കൂടെ എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു ഹാൻഡ്ലേ ഫോർ ദാറ്റ്. ഡിസൈൻ ആക്ച്വലി നൈസാണ്. അവരൊരു ഹൈ ബൂട്ട്സ് തന്നെയാണ്. അവർക്കൊരു ലോവർ ബൂട്ട്സും ഉണ്ട്, ഒരു ഹൈ ബൂട്ട്സും ഉണ്ട്. ഇതാണ് ഒരു ഹൈ ബൂട്ട്സ്. നോർമൽ ബൂട്ട്സിൻ്റെ അത്ര ഹൈറ്റ് ഇല്ലെങ്കിലും എനിക്കൊന്ന് കോഡ കുറച്ചും കൂടെ ടൂർ മാസ്റ്റർ കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഡിസൈൻ വൈസ് ഓൾമോസ്റ്റ് നമ്മളെ കോഡ ടൂർ മാസ്റ്ററിൻ്റെ സെയിം സിറ്റുവേഷനാണ്. എനിക്കിനി ആകെയുള്ളൊരു പ്രാർത്ഥന എനിക്കിത് ഫിറ്റ് ആവണേ എന്നാണ്. ഫസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. നോട്ട് റീഫണ്ടബിൾ ഇഫ് റിമൂവ്ഡ്. ഇതിൽ നോട്ട് റീഫണ്ടബിൾ ബട്ട് ഇഫ് റിമൂവ്ഡ് എന്ന് പറഞ്ഞ് ഒരു ടാഗ് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പിന്നെ കാണിച്ചു തരാം. സോ ഈ ബൂട്ടിൽ അതില്ല. ആദ്യം ഇതിട്ട് നോക്കാം. ആദ്യം ഇട്ട് നോക്കുകയാണ്. എനിക്ക് ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഈ ഒരു ലെങ്ത്തും എനിക്കിതാ ഇവിടുത്തെ വിഡ്ത്തും ആണ് എൻ്റെ പ്രശ്നം. ഫസ്റ്റ് എൻ്റെ കാല് ആക്ച്വലി ഇങ്ങനെ കയറി പോകണം. അതും പിന്നെ ഈ ഫിംഗേഴ്സിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ, അതും ആണ് മെയിൻ പ്രശ്നം. സോ ഇട്ട് നോക്കാം. കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് ടൈം ഇട്ടപ്പോഴല്ലേ ഈ പാട് വന്നോളൂ. സോ ബ്രേക്കിന് ആകുമ്പോൾ റെഡിയാവും. അതുമല്ല എനിക്ക് അത്യാവശ്യം നല്ല കംഫോർട്ട് തോന്നുന്നുണ്ട്. മറ്റേത് എനിക്ക് കോട ഇട്ടപ്പോഴും കോട ആദ്യം ഇടാനൊക്കെ നല്ല പാടായിരുന്നു. ബട്ട് വൺസ് എൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ നല്ല പാടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചുകൂടെ ഈസിയായി. എന്നിട്ട് ഞാനൊരു 10 to 15 minutes നടന്നൊക്കെ നോക്കി ഹെൽമെറ്റ് വണ്ടിൻ്റെ അകത്ത്. പക്ഷേ എനിക്ക് ആ ഫിംഗേഴ്സിൻ്റെ ഈ ഒരു പോർഷൻ ഇവിടെ തട്ടുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. പാടാണ്. എന്നാലും കുഴപ്പമില്ല. എനിക്ക് മറ്റേനെ കാട്ടി ഐ എം ഹാപ്പി വിത്ത് ഐ ഗോ ഫോർ സൈസ് 12. ബട്ട് ഇനി ഇതിപ്പം ഈ ടാഗ് ധൈര്യമായിട്ട് പൊട്ടിക്കാം. കുഴപ്പമില്ല. എനിക്ക് ഈ സൈഡും ഫിംഗേഴ്സിനൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. താങ്ക് യു ഹാൻഡ്ലേ. ഞാനിത് റിട്ടേൺ അയക്കുന്നില്ല. ഈ അപ്രൂവ്ഡ്. എനിക്ക് സൈസ് ഓക്കെയാണ്. ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ ന്യൂ റൈഡിംഗ് ബൂട്ട്. കോഡ ടൂർ മാസ്റ്ററിന് ജസ്റ്റ് മിസ്. കോഡ ടൂർ മാസ്റ്റർ ബ്രിങ് സൈസ് 12. ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു. ആണ് അപ്പോൾ കോഡയിലെ ടൂർ മാസ്റ്റർ 45 11 അല്ലേ? റൈഡിംഗ് പാൻറ് ARGT, റേഡിയേറ്റർ ഗ്രില്ല്, റേസിൻ്റെ ഗ്ലൗസ്, പിന്നെ സ്റ്റെൽത്ത് എയർപ്രോ ബ്ലാക്ക്, ഇതിൽ റേസിൻ്റെ ജാക്കറ്റ്, ഹൈഡ്രേഷൻ ബാഗ് ഏതെങ്കിലും ഒന്ന്, ARGT പാൻസ് XL, ടൂർ മാസ്റ്റർ സൈസ് 10.